സാധാരണ ഒരു 7 സീറ്റർ വാഹനത്തിലേ ബാക്ക് റോയിലൊന്നും ഒരു 6 അടി 1 ഇഞ്ചിൽ ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇതേപോലെ ഇരിക്കാൻ കഴിയില്ല. അപ്പോൾ അസല് ഇരിക്കണമെന്ന് കാണിച്ചു കൊടുക്കുക. ഇത്രയും സ്പേസും ഫ്രണ്ടിക്ക് ഇനി എന്തുണ്ട് ബാക്കിയുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് 6 എയർ ബാഗ് ഉണ്ട്. പിന്നെ എല്ലാം കൊണ്ടും ഒരു ഫീച്ചേഴ്സ് നോക്കാൻ ഒരു ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന പോലെ നമുക്കല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം ഇരിക്കുക. അതിൻ്റെ ബാക്ക് സീറ്റും അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. ഈ വാഹനം വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. സെൻട്രൽ AC കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ AC വെൻ്റെ എല്ലാ ഭാഗത്തും ഇപ്പോൾ ഇവിടെ ഉണ്ട്, അതുപോലെ ഈ പോസ്റ്റുമുണ്ട്, ഈ പോസ്റ്റിലുണ്ട്, എല്ലാം കൊണ്ടും. പിന്നെ ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ അല്ലേ ഒരു പ്രീമിയം വെഹിക്കിളിൻ്റെ ഉള്ളിൽ നിന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബഡ്ജറ്റ് നിങ്ങൾക്ക് ഒരു വാഹനം സ്വന്തമാക്കാം. ഫിർദൗസ് നമുക്കൊരു കസ്റ്റമർ തന്നൊരു റിക്വസ്റ്റ് ആണ്, ഈ ഒരു കണ്ടീഷനിൽ നമ്മുടെ അടുത്ത് വണ്ടി ഉണ്ടാവും? ബിലോ 10 ലാക്ക്, മോഡൽ 18, ഡീസൽ ഓട്ടോമാറ്റിക്, ഫുള്ള് ലോണും വേണം, സിംഗിൾ ഓണർ ആവണം, ലോ കിലോമീറ്റർ ആവണം, കമ്പനി സർവീസ് വേണം, നോ ക്ലെയിം ഉണ്ടാകാൻ പാടില്ല, 7 സീറ്റ് ഒറിജിനൽ കേരള. 10 ലക്ഷം രൂപേൻ്റെ ഉള്ളിൽ 2018 മോഡലെങ്കിലും ആവണം അല്ലേ? അതിൻ്റെ കീബോർഡ് മുമ്പർക്ക് പറ്റൂല. ഡീസൽ ഓട്ടോമാറ്റിക് ആണോ, പിന്നെ അതേപോലെ ക്ലെയിം പാടില്ല, സിംഗിൾ ഓണർ ആണോ, ലോ കിലോമീറ്റർ ആണ്, കമ്പനി സർവീസ് വേണം, പിന്നെ അതേപോലെ തന്നെ 7 സീറ്റ് ആണോ, ഒറിജിനൽ കേരള ആണോ. അങ്ങനെ ഒരു വാഹനം ഉണ്ടോ? അങ്ങനെ വാഹനം ഉണ്ട് സാർ. അപ്പോൾ ചെറിയൊരു മഴ പെയ്യുണ്ടെങ്കിലും നമ്മൾ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാണ്. 2018 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക്കലി ഒരു അടിപൊളി വാഹനം. അത് നിങ്ങൾക്ക് 9,90,000 രൂപയ്ക്ക് ഫുൾ EMIയിൽ തരാൻ പറ്റിയ ടാറ്റ സിംഗിൾ ഓണർ ടാറ്റ ഹെക്സ 7 സീറ്റർ നല്ലൊരു വാഹനമാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. വാഹനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾ കാണിക്കുക. ആകെ ഓടിയിട്ടുള്ളത് 62,000 കിലോമീറ്റർ. അതതിൻ്റെ ഹൈലൈറ്റ്. കമ്പനി സർവീസ് ഉണ്ട്, ഒരു ക്ലെയിമോ കാര്യങ്ങളോ അല്ല. ഒരു ഫുൾ ഓപ്ഷൻ വാഹനം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും നിങ്ങളെ കാണിക്കേണ്ടതുണ്ട്. കാരണം ഇതിന്മേൽ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഇതിൻ്റെ എക്സ്റ്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളും ഇല്ലേ ഒരു ഫുൾ ഓപ്ഷൻ വാഹനം. ഇൻറ്റീരിയറിൽ നോക്കുകയാണെങ്കിൽ 10 JBLൻ്റെ സ്പീക്കർ വിത്ത് സബ് വൂഫർ അടക്കമുള്ള, അതുപോലെ തന്നെ ലെതർ ഇൻറ്റീരിയർ, എല്ലാ ഭാഗങ്ങളെ കൊണ്ട് നോക്കുകയാണെങ്കിൽ ഒരു പ്രീമിയം ലുക്കിലൊരു വാഹനം. 7 സീറ്റിൽ ഡീസൽ ഓട്ടോമാറ്റിക്കലി നല്ലൊരു വാഹനം നോക്കുന്ന ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ അല്ലേ, നല്ല കംഫർട്ടും, അതുപോലെ നല്ല സേഫ്റ്റി ഇല്ല. ടാറ്റിനെ പറ്റി നമ്മൾ പറയേണ്ട ആവശ്യമില്ല. പിന്നെ സൈഡ് സ്റ്റെപ്പ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഫുൾ ഓപ്ഷനിൽ അലോയ് വീലുണ്ട്. അതുപോലെ തന്നെ സീറ്റൊക്കെ ഒന്ന് കാണിക്കാം. നല്ല സൗകര്യം, നല്ല അടിപൊളി സീറ്റും കാര്യങ്ങളൊക്കെ അല്ലേ ഈ ഒരു വാഹനം. സെൻട്രൽ AC കാര്യങ്ങൾ, റിയർ AC വെൻറ്റ് കാര്യങ്ങൾ എല്ലാം ഉള്ള ഈ ഒരു വാഹനം നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9,90,000 രൂപയാണ്. ഏകദേശം ആ എമൗണ്ടൊക്കെ അതിൻ്റെ മേലെ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും EMI അവൈലബിൾ ആവും. നല്ല സിബിൽ സ്കോറും കാര്യങ്ങളുള്ള. ഇതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ഡിക്ക് സ്പേസ്. അതുപോലെ തന്നെ ഈ ഒരു കാറ്റഗറി നമ്മൾ വാഹനങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർച്യൂണർ ആവട്ടെ, ക്രിസ്റ്റ ആവട്ടെ, അതിലാറെ എല്ലാം കൊണ്ടും സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ 7 സീറ്റിലെ ബാക്ക് റോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഡിക്ക് സ്പേസ്, പിന്നെ ഇതിൻ്റെ കംഫർട്ട്. ഈ വാഹനം ഓടിക്കുന്ന ആളുകളോട് ചോദിച്ചാലേ അറിയുള്ളൂ. ഇപ്പോൾ നമ്മൾ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, ഈ വാഹനം ഓടിക്കുന്ന ആളുകൾക്ക് അറിയാം ഇതിൻ്റെ ഒരു കംഫർട്ടും